സത്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നെ സത്യത്തിന്റെ വഴിയിൽ എല്ലാ ദിവസവും വഴി നടത്തും. ഞാൻ സത്യത്തിന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമകനാണ്, മകളാണ്. ഡൈനാമിക് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഡൈനാമിക് വെച്ച് പൊട്ടിക്കാന്ന് കേട്ടിട്ടില്ലേ? ഉണ്ടാവില്ല. ആ വേർഡ് അതിൽ നിന്നാണ് ഡുനാമിസ് വന്നത്. അപ്പോൾ ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡുനാമിസ് എന്നാണ്. അതിന്റെ മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ് പറയുന്നത്: ചേരാത്തതിനെ ചേർക്കുകയും വേർവിടാത്തതിനെ വേർപിടിപ്പിക്കുകയും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ലാത്തതിനെ ഫിക്സ് ചെയ്യുകയും നേരെയാക്കാൻ പറ്റത്തില്ലാത്തതിനെ നേരെയാക്കുകയും പരുക്ക് പറ്റിയതിനെ ക്ലിയർ ആക്കുകയും മിസ്റ്റേക്ക് ഉള്ളതിനെ കറക്റ്റ് ചെയ്യും രോഗിയായിരിക്കുന്നവനെ സൗഖ്യമാക്കുകയും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ തരുന്ന ഒരു കഴിവാണ് ഈ ശക്തി. മനസ്സിലായോ? ആത്മാവിന്റെ അഗ്നി, എല്ലാരും പറ, എന്നാലും നിനക്ക് അത് ലഭിക്കുള്ളൂ. വാട്ട് യു സ്പീക്ക് യു വിൽ ഗെറ്റ് ഇറ്റ്. നീ എന്തു പറയുന്നു നിനക്ക് ലഭിക്കുന്നു. ഓക്കെ. കർത്താവിന്റെ ആത്മാവിന്റെ അഗ്നി എന്റെ ഹൃദയത്തിൽ പകർന്നത് മറ്റൊരാത്മാവിനും വെള്ളമൊഴിച്ച് കെടുത്തുവാൻ സാധ്യമല്ല. എന്റെ പരിശുദ്ധാത്മാവിന്റെ തീരെ എന്റെ ജീവിതത്തിൽ നിന്നും ആർക്കും കെടുത്തിക്കളയാനാവത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തിലാണ് നിനക്ക് സാക്ഷ്യവാദ്യം നമ്പർ 1 തെളിയിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. ശക്തി ലഭിക്കുമ്പോൾ ഞാൻ ലോകത്ത് യേശുവിന്റെ സാക്ഷിയായി മാറും. എന്റെ കർത്താവിന് എന്റെ മേലുള്ള ഉദ്ദേശം മറ്റൊന്നുമല്ല അവന്റെ ആത്മാവിനെ വഹിക്കുന്ന ഒരാലയമായി മാറും. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയമാണ് എന്ന് പറഞ്ഞ് എന്റെ ശരീരം വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് പറയുന്നു. കർത്താവിന്റെ ആത്മാവിന്റെ വചനം ഇന്നലെ നമ്മൾ വായിച്ചു. സകല ജനത്തിന് മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ 45 മിനിറ്റ് ക്ലാസ് ഉള്ളൂ. എന്താ ഒരു സബ്ജക്റ്റ് 45 മിനിറ്റ് ഉള്ളൂ. എന്താ കാരണം? 45 മിനിറ്റ് വരെയോ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ളൂ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി അറ്റ് എ ടൈം. അപ്പം ഈ പറയുമ്പോൾ എത്ര പേര് നിങ്ങളുടെ മനസ്സ് എവിടെയൊക്കെ പോകുന്നുണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ. എല്ലാവരും ക്ലിയർ കട്ടായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് നിന്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിർവഹിക്കുവാൻ. എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം. ആരുടെ ഇഷ്ടം? കർത്താവ് നിന്നെ കളത്തിലേക്ക് ഇറക്കുള്ളൂ യുദ്ധം ചെയ്യാൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാണ് വന്നു കഴിഞ്ഞാൽ കഴിവ് ലഭിക്കുന്നു. അതാണ് ശക്തി. ഈ ശക്തി നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ ധൈര്യശാലിയായി മാറി നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞേ, കഴിവ് തന്നിട്ട് എന്നെ കർത്താവ് കളത്തിലിറക്കുള്ളൂ. പലരും കളത്തിലിറങ്ങുന്നത് ശക്തിയില്ലാതെയാണ്, കഴിവില്ലാതെയാണ്. കാരണം കർത്താവിന്റെ സമയത്തിന് മുൻപേ ചിലർ എടുത്തു ചാടുന്നു. അതുകൊണ്ട് അവർ പലയിടത്തും പരാജയപ്പെട്ടു പോകുന്നു.
അവരുടെ ജീവിതത്തിൽ പരാജയപ്പെടാൻ കാരണം എന്താ? ശക്തിയില്ല. കർത്താവ് പറഞ്ഞത് പ്രകാരം കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് നിങ്ങൾ ആ സമയത്ത് കളത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വിജയിക്കും. ഹല്ലേലൂയ. ആനന്ദത്തിൽ നിന്ന് കർത്താവിന്റെ ആനന്ദം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടെങ്കിൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. പറ്റുമോ? പറഞ്ഞ എന്റെ സന്തോഷത്തേക്ക് എടുത്താൽ ആർക്കും പറ്റിയല്ല. എന്റെ സന്തോഷത്തേക്ക് എടുത്താൽ ആർക്കും പറ്റില്ല. എന്റെ ആനന്ദത്തേക്ക് എടുത്താൽ ആർക്കും പറ്റത്തില്ല. എന്റെ ആനന്ദത്തിലേക്ക് എടുത്താൽ ആർക്കും പറ്റില്ല. ദുഃഖവാർത്ത കേട്ടാലും എന്ത് ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും അവരെ നമ്മളെ അറ്റാക്ക് ചെയ്താലും ആക്രമിച്ചാലും നുണ പറഞ്ഞാലും പരദൂഷണം പരത്തിയാലും നമ്മുടെ ആനന്ദം തകരില്ല. സന്തോഷം എന്തേലും ഉണ്ടോ അത്രമാത്രം ദൈവപ്രവൃത്തിയുടെ പറയുന്നിടത്തോളം കാലം നിന്റെ മേലുള്ള അഭിഷേകം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിന്നെ തകർക്കാൻ ശത്രു എന്തുമാത്രം ശ്രമിക്കുന്നുവോ അത്രമാത്രം നിന്റെ സന്തോഷവും ആനന്ദവും അഭിഷേകവും വർദ്ധിക്കും. നിന്റെ വിശ്വാസം വർദ്ധിക്കും. നിന്റെ ആനന്ദം വർദ്ധിക്കും. എന്റെ ആനന്ദം എനിക്കിടില്ല. എന്റെ ആനന്ദം എനിക്കിടില്ല. എന്റെ ആനന്ദം എനിക്കിടില്ല. എന്റെ ആനന്ദം എനിക്കിടില്ല. എന്റെ ആനന്ദം കെടുത്തില്ല. എന്റെ ആനന്ദം എനിക്കിടത്തില്ല. ഞാൻ എവിടെ ചെന്നാലും ജനങ്ങൾ സന്തോഷിക്കും. ഞാനും സന്തോഷിക്കും. എന്റെ കുടുംബം സന്തോഷിക്കും. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സന്തോഷം ആരെങ്കിലും കെടുത്തിക്കളയോ? ഉറപ്പാണോ? കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ഗൃഹാധ്യാനം അല്ല എനിക്കിപ്പം വേണ്ടത്. അടുത്ത മാസം ഉണ്ടാകുന്നത് മറ്റൊരു ലെവലിലേക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ആഗ്രഹമാണ് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ജോസ് അല്ല നാളെ വേണ്ടത്. ഇന്നത്തെ ജോസ് അല്ല നാളെ ഉണ്ടാകുന്നത്, അടുത്ത ആഴ്ച ഉണ്ടാകുന്നത്. ആന്റണി അല്ലേ? യെസ്. ആന്റണിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കും അറിയാം, കർത്താവിനും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാൽ ദൈവത്തിന് മുമ്പിൽ അത് നത്തിങ് ഈസ്, അത് ഒന്നും അല്ല. ഹല്ലേലൂയ. പ്രശ്നത്തിനേക്കാളും വലിയവനാണ് ദൈവം തമ്പുരാൻ. അല്ലേ? പ്രശ്നത്തിനേക്കാളും വലിയവനാണോ ദൈവം തമ്പുരാൻ? ഞാൻ ഇന്നലെ പറഞ്ഞു, നിന്റെ മുൻപിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ മലയെക്കാളും വലിയവനാണ് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾ. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ ഭീമമായ മലയാണെങ്കിലും യേശുവിന്റെ കരങ്ങൾ വന്ന് അതിനെ പിഴുതെറിയാൻ ഒരു നിസ്സാര നിമിഷം മതി. ഹല്ലേലൂയ. അവ സർവശക്തനായ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ പുറമേ ഉള്ളവനേക്കാളും വലിയവൻ. 2000 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവ് ആരവത്തോടുകൂടി കൊടുങ്കാറ്റിനോടുകൂടി 120 പേരെന്ന സഭയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഓക്കെ, അതായത് ദൈവത്തിന്റെ ആത്മാവിന് ഈ ഭൂമിയിൽ മറ്റു വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പകരണമെങ്കിൽ കർത്താവിനൊരു കോണ്ടാക്ട് പേഴ്സൺ വേണം. ഹല്ലേലൂയ. ഒരു കോണ്ടാക്ട് പേഴ്സൺ വേണം. അത് സഭയായിരിക്കാം, വ്യക്തികളായിരിക്കാം, ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. അപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ഒഫീഷ്യലായിട്ട് 2025 വർഷങ്ങൾക്ക് മുൻപ് മർക്കോസിന്റെ മാളിക മുകളിൽ ആരവത്തോടുകൂടി എഴുന്നള്ളി വന്ന 120 പേരുടെ മേൽ ഇറങ്ങി വന്നു. അങ്ങനെയല്ല വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിലും വ്യത്യസ്തമായ രൂപത്തിലാണ് കർത്താവിന്റെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇവിടെ നിങ്ങളെയോ എന്നെയോ ദൈവത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. അതുകൊണ്ട്
God needs a contact person to impart the anointing to others. ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ട് മറ്റുള്ള വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകരാൻ വേണ്ടി. ഈ ഒരു പകർച്ചയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം റൂഹാധ്യാനത്തിൽ ശക്തമായുള്ളത്. ഒരു ബക്കറ്റ് അഭിഷേകമാണെങ്കിൽ നിങ്ങളത് കൊടുക്കുമ്പോൾ ഒരു ബക്കറ്റ് നിറച്ചും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ചിലപ്പോൾ ഒരു അര ബക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ബാക്കി അര ബക്കറ്റ് നിങ്ങളിലുണ്ടോ. അപ്പൊ നിങ്ങളിൽ ഒരു 100 ബക്കറ്റ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 ബക്കറ്റെങ്കിലും കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ 120 പേരുടെ മുകളിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി ഒഫീഷ്യലായിട്ട് കടന്നു വന്നു. അതിനുശേഷം അവിടെ എന്താ സംഭവിച്ചത്? അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെട്ടു. പറഞ്ഞേ, എന്നിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വായിച്ചു ജോയേൽ പ്രവാചകൻ പറഞ്ഞ അതേ വാക്യമാണ് അദ്ദേഹം ഉദ്ധരിച്ചു പറയുന്നത്. എന്താണ്? അവസാന നാളുകളിൽ സകല മനുഷ്യരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും, വർഷിക്കും. പകരുകയും വർഷിക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വർഷിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന പോലെയാണ്, മഴയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ കൃപയുടെ മഴയുടെ കീഴിലാണ്. ഞാൻ കൃപയുടെ മഴയുടെ കീഴിലാണ്. കൃപയുടെ മഴയുടെ കീഴിലാണ്. കൃപയുടെ മഴയുടെ കീഴിലാണ്. ഞാൻ കൃപയുടെ മഴയുടെ കീഴിലാണ്. കൃപയുടെ മഴയുടെ കീഴിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. വെറുതെ ഉദ്ദേശമല്ല. നിന്റെ ഭവനം ഉണങ്ങിക്കിടക്കുകയാണെങ്കിൽ, വരണ്ട് കിടക്കുകയാണെങ്കിൽ അവിടെ നീരുറവ പരത്തുവാനും ഒഴിക്കുവാനും വേണ്ടിയാണ് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഗാർഡനാക്കി മാറ്റും, വലിയൊരു എസ്റ്റേറ്റ് ആക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വരണ്ട് കിടപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്നു കഴിഞ്ഞാൽ നീ പച്ച പിടിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവൻ പറയുന്നില്ലേ, അവൻ ഇതുവരെയായിട്ട് പച്ച പിടിച്ചിട്ടില്ല. എന്താ കാരണം? പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട്. എന്താ കാരണം എന്നറിയോ? കുറെ ഞണ്ടുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക കുക്കിന്റെ കാലയിൽ. പിന്നെ എങ്ങനെ കുക്ക് വറക്കുന്നത്? മനസ്സിലായോ? എടാ, നിങ്ങളുടെ കാലെടുത്ത് പറയാം, ഞാനിതാ കുടഞ്ഞ് കളയുന്നു യേശുവിന്റെ നാമത്തിൽ. ഞണ്ടുകളെല്ലാം കുടഞ്ഞ് കളയുന്നു. ഒന്ന് ആക്ഷൻ കാണിച്ച്. യെസ് 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 യെസ്. ആവശ്യമില്ലാത്തത്, അതായത് നിന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ ആ സാക്ഷി ഞാൻ പറയാം. ഓക്കെ, എന്റെ ഉപേക്ഷിച്ച കല്ലുകൾ മൂലക്കല്ലായി വരും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ മാറ്റേണ്ടത് മാറ്റണം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാനുണ്ടോ? നിന്റെ അപ്പനോടോ അമ്മയോടോ ചേച്ചിയോടോ ചേട്ടനോടോ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ അല്ലെങ്കിൽ അതിനോ ക്ഷമിക്കാനുണ്ടോ? ഉണ്ടോ? ലാസ്റ്റ് ടൈമാണ്. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പരിശോധിച്ചു. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും പറയൂ. വിശ്വാസത്തിൽ എനിക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ ലഭിച്ചു. എന്റെ പ്രശ്നങ്ങൾ കർത്താവിന് കൊടുത്തു. ഇനി കർത്താവിന്റെ ജോലിയാണ് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നത്. ഐ ആം ഫ്രീ. എല്ലാവരും പറയും, ഐ ആം ഫ്രീ. I am free. 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 ദാരിദ്ര്യത്തിൽ നിന്ന് ഫ്രീ എന്ന് പറഞ്ഞു. ദാരിദ്ര്യത്തിൽ നിന്ന് ഫ്രീ. രോഗത്തിൽ നിന്ന് ഫ്രീ എന്ന് പറഞ്ഞു. രോഗത്തിൽ നിന്നും ഫ്രീ. പരിശുദ്ധാത്മാവിനെ പകരാൻ. ഓക്കെ, അതാണ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോണ്ടാക്ട് കർത്താവ് തെരഞ്ഞെടുത്തു പത്രോസിനെ. അങ്ങനെ പത്രോസ് പ്രസംഗിക്കാൻ ആരംഭിച്ചു. ആരംഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അന്ന് ആ ലോകത്തിലുള്ള സകല ജനവും പെന്തക്കോസ്ത ദിവസത്തിൽ അവിടെ കൂടിയിരുന്നു. ഈ ജെറൂസലമിൽ അവരെല്ലാം കച്ചവടത്തിനായി വന്നവരാണ്, പല ഭാഷക്കാരായിരുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവരുടെ ഭാഷ ഇവരങ്ങ് തുള്ളി ചാടി മറഞ്ഞ് ആരാധിച്ച് അന്യഭാഷ പറയുമ്പോൾ അവരെല്ലാം അവിടെ ഞെട്ടിപ്പോയി. ഈ ഒച്ചപ്പാട് എടുക്കുന്ന കേൾക്കുന്നതുകൊണ്ട് അവർ ഈ മണിമാലയുടെ മുമ്പിൽ വന്നു. ഇത്ര പേരാ 10,000 പേര് കടന്നു.
ഹല്ലേലൂയ. ഒരു 3000 പേര് ഇരിക്കണമെങ്കിൽ 6000 സ്ക്വയർ ഫീറ്റ് വേണം അല്ലേ? 6000 കൂടുതലാണെങ്കിൽ. അപ്പം ഈ 3000 പേരും കടന്നു. 3000 ആത്മാവിൻ്റെ പ്രചോദനപ്പെട്ട് പത്രോസ് അങ്ങ് എഴുന്നേറ്റ് നിന്നു. മൈക്കില്ലായിരുന്നു, മൈക്കേ ഇല്ലായിരുന്നു. 3000 പേരോട് പുള്ളിക്കാരൻ എങ്ങനെയായിരിക്കും പ്രസംഗിച്ചത്? ആർക്കും പറയാൻ പറ്റും? ഇവിടെയാണ് ദ മിസ്റ്ററി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ രഹസ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യേശു ക്രിസ്തു ശുശ്രൂഷിച്ചപ്പോൾ 5000-6000 പേരുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് ഏറ്റവും അവസാനം വരെ നിന്ന പടയാളികൾ വരെ കർത്താവിന്റെ വചനം കേട്ട മാധുര്യപ്പെട്ടവർ മോഹാത്സ്യപ്പെട്ട് നിന്നു എന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. അവരവരെ തന്നെ മറന്നുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ ലാവണ്യമേറിയ തേൻകട്ടയെ പോലെ മാധുര്യമുള്ള ദൈവത്തിൻ്റെ വചനം യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, പത്രോസിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ജനം ഒന്നടങ്കം മിണ്ടാതിരുന്നു. അവരെല്ലാവരും അറ്റൻഷനായിരുന്നു. എന്താ കാരണം? എങ്ങനെയാണ് അവർ കേട്ടത്? ഇറ്റ്സ് എ മിസ്റ്ററി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹലോ, സൗണ്ട് ഓപ്പറേറ്റ് കർത്താവ് സംസാരിച്ചപ്പോൾ ശബ്ദ തരംഗങ്ങൾ പരിശുദ്ധാത്മാവ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരുന്നു. മനസ്സിലായ? എന്ന് വെച്ചാൽ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് അവിടെ കേൾക്കുന്ന ആന്റണിയും അവിടെ കേൾക്കുന്ന ബേബി ചേച്ചിയും, ഹലോ ബേബി ചേച്ചിയും ശുദ്ധാത്മാവ് റൈഡ് ചെയ്തു. ഈ കുതിരയുടെ മുകളിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഇവിടെ കേൾക്കുന്ന അതേ ശബ്ദത്തിൽ തന്നെ, ഇതേ ശബ്ദത്തിന്റെ അതേ ലെവലിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇരുന്ന പടയാളികൾ വരെ കേട്ട് ആസ്വദിച്ചു. Hallelujah. That's the mystery of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വചനമാണത്. ആ വചനം അവൻ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. Praise the Lord. Hallelujah. അപ്പോൾ ആ വചനത്തിന്റെ ശക്തിയാണ് ഇന്നും പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പ്രസംഗിച്ചു, പട്ടണത്തെ കീഴടക്കി, വചനം പ്രബലപ്പെട്ടു എന്ന് അപ്പോസ്തല ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അതായത് അവർ പ്രസംഗിച്ചപ്പോൾ അവരുടെ വചനം, ദൈവത്തിന്റെ വചനം പട്ടണത്തെ കീഴടക്കി. എല്ലാരും പറഞ്ഞേ, ദൈവത്തിന്റെ വചനം അവരെ കീഴടക്കി. Hallelujah. Praise the Lord. അപ്പോൾ പറഞ്ഞേ, എന്നെ ദൈവത്തിന്റെ വചനം കീഴടക്കി. എല്ലാവരും ഉറക്കെ പറഞ്ഞു. സ്നേഹം നിങ്ങളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ വചനം നിങ്ങളെ കീഴടക്കി. സന്തോഷം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ വചനം നിങ്ങളെ കീഴടക്കി. കർത്താവിന്റെ വചനം നീ അനുസരിക്കുന്നുണ്ടെങ്കിൽ വചനം നിന്നെ കീഴടക്കി. നിന്റെ രോഗം സൗഖ്യമായെങ്കിൽ വചനം നിന്നെ കീഴടക്കി. നിനക്ക് പരിശുദ്ധാത്മാവിനാൽ വിടുതലുണ്ടെങ്കിൽ, പിശാച് ബാധിച്ചിട്ട് പുറത്തായിട്ടുണ്ടെങ്കിൽ, പിശാച് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവത്തിന്റെ വചനം കീഴടക്കി. ഹല്ലേലൂയ. ദൈവവചനത്തിന് കീഴ്പ്പെടാത്തവരാണ് അഹങ്കാരികൾ. Praise the Lord. Simple. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നീ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവനാണ് ഏറ്റവും വലിയ എളിമയുള്ള മനുഷ്യൻ. ഒന്ന് മോശ, ബൈബിൾ പറയുന്നു, അന്ധകാലത്ത് മോശ ഉണ്ടായിരുന്ന കാലത്ത് മോശയായിരുന്നു ഏറ്റവും എളിമയുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. പുതിയ നിയമത്തില് പരിശുദ്ധ കന്യകാമറിയമായിരുന്നു ഏറ്റവും എളിമയുള്ള മനുഷ്യ സ്ത്രീ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവളുടെ ഉദരത്തിൽ പിറന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും എളിമയുള്ളവർക്ക് എന്റെ കാരണം അവർ വചനത്താൽ കംപ്ലീറ്റ് കീഴടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വചനത്താൽ കംപ്ലീറ്റ് കീഴടങ്ങിയാണെങ്കിൽ നിങ്ങളുടെ എളിമ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അഹങ്കാരം തത്തുകൊണ്ടേയിരിക്കും. Praise the Lord. Hallelujah. നിന്റെ ഉള്ളിൽ സത്യമുണ്ടോ എന്ന് നീ പരിശോധിക്കുക. നിന്റെ ഉള്ളിൽ സത്യമുണ്ടോ എന്ന് വെച്ചാൽ ദൈവവചനമുണ്ടോ? വചനം സത്യമാകുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ആര് പറഞ്ഞു? യേശുവാണ് വചനമായി മാറിയത്. ഇപ്പോൾ ആ
വചനം നിന്റെ ഉള്ളിൽ സത്യത്തിന്റെ വചനമാണ്. ആ വചനം നിന്റെ ഉള്ളിലുണ്ട്. ആ വചനം ഉണ്ടെങ്കിൽ ആ വചനം ഉപയോഗിച്ച് നീ ദൈവത്തെ ആരാധിക്കണം. അതാണ് ആത്മാവിലുള്ള ആരാധന. ഹല്ലേലൂയ. ദൈവവചനം ആത്മാവും ജീവനുമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ജീവനുള്ളതാണ്. അതും ആത്മാവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് നിങ്ങൾ പറയാൻ പാടില്ല. മനസ്സിലായോ? അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത്രയ്ക്കും നമ്മൾ പവർഫുള്ളി നിന്നിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങളെ അധരത്തിൽ പോസിറ്റീവ് മാത്രം പറയുക. ഓക്കെ, പറഞ്ഞു എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം, എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം ആത്മാവും ജീവനുമാണ്. വചനം എന്റെ ഉള്ളിലുണ്ട്. ആ വചനം സത്യമാണ്. ആ വചനത്താൽ ആ വചനമെന്ന ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ സത്യത്തിലും ആത്മാവിലും ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ജീവനുമാണ്. ദൈവവചനം ആത്മാവാകുന്നു. അത് സത്യമാകുന്നു. പരിശുദ്ധാത്മാവാണ് വചനം. വചനമാണ് പരിശുദ്ധാത്മാവ്. വചനത്തിൽ പരിശുദ്ധാത്മാവും വചനവുമുണ്ട്. ഇതൊന്നും വേർപെടുത്തി നിർത്താൻ പറ്റില്ല. ത്രിത്വത്തിന്റെ കാര്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തിയത് കണ്ടായിരുന്നോ? മിനിഞ്ഞാന്നുണ്ടോ? ഓക്കെ, ത്രിത്വത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. It is not possible. Hallelujah. Hallelujah. നിങ്ങൾക്ക്